കൂട്ടുകാരെ, നമ്മുടെ രഞ്ജുവിനെ അങ്ങനെ മഞ്ഞക്കിളിയെന്ന് വിളിച്ചു. അപ്പോൾ കൂട്ടുകാർ രഞ്ജുവിനെയാണ് വിളിച്ചതെന്ന് ഉറപ്പിച്ചു. അപ്പോൾ രഞ്ജു എന്ത് ചെയ്തെന്നറിയാമോ? ഒന്നും മിണ്ടിയില്ല, ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് മിണ്ടാതെ കൂട്ടുകാരൊപ്പം പോയി. കൂട്ടുകാരോട് പറഞ്ഞു, ഇത് എൻ്റെ അപ്പൻ അറിയണമെങ്കിൽ എന്നെ അടുത്ത ആഴ്ച മുതൽ എന്നെ ചർച്ചിലോട്ട് വിടത്തില്ല എന്ന് സങ്കടവും പറയും. എനിക്കിപ്പോൾ കുറച്ച് നാൾ കൊണ്ടുള്ള ഫ്രീഡം നഷ്ടപ്പെടുമോ എന്നൊരു പേടിയുമുണ്ട് എന്ന് രഞ്ജു കൂട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലടി എന്ന് പറഞ്ഞ് ഇവർ പോയി. ഇത് കണ്ടുകൊണ്ട് നിന്നത് ആരായിരുന്നു? അവളുടെ മാമൻ്റെ മോനാണ് കണ്ടുകൊണ്ട് നിന്നത്. അവൻ പോയി ചോദിച്ചു, എന്താടാ പെൺകുട്ടികളെ നീ കണ്ടിട്ടില്ലേ? നീ എന്തിനാടാ പെൺകുട്ടികളെ മഞ്ഞക്കിളി എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു. എന്താ, ഞാൻ മഞ്ഞക്കിളി എന്നും വിളിക്കും, ചിലപ്പോൾ അവളെ കെട്ടിയെന്നും ഇരിക്കും എന്ന് മാമൻ്റെ മോനോട് ഇവൻ മറുപടി പറഞ്ഞു. മാമൻ്റെ മോൻ ഉടനെ ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് അടി കൊടുത്തു. അവൻ മാമൻ്റെ മോൻ എന്ത് ചെയ്യുന്നോ പേടിച്ചിട്ട് വന്നിട്ട് രഞ്ജുവിൻ്റെ അപ്പനോട് രാജുവിനോട് വന്ന് പറഞ്ഞു, അങ്കിളെ ഇതുപോലെയാണ് അവൾ സ്കൂളിൽ പള്ളിയിൽ പോകുമ്പോൾ ഇങ്ങനെ മഞ്ഞക്കിളിയിൽ നിന്നൊരു പയ്യൻ വഴിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഇങ്ങനെയാണ്, ഞാൻ അടി കൊടുത്തു, ശരി അടുത്ത ആഴ്ച ആവട്ടെ നോക്കാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജു എന്ത് ചെയ്യുന്നറിയാമോ? അടുത്ത ആഴ്ചയും പള്ളിയിൽ പോകുന്നു. പള്ളിയിൽ പോയപ്പോൾ പിന്നെ ആ പയ്യനെ പിന്നെ കാണാനേ ഇല്ല. അവൾ പിന്നെ തുടർന്ന് പള്ളിയിൽ പോകുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവരുടെ വീടിനടുത്ത് കുരിശുമല, തെക്കൻ കുരിശുമല എന്ന് പറയും, അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 5 ദിവസത്തെ പരിപാടിയാണ്. അങ്ങനെ ഇവളെ ആരും അങ്ങനെ കൊണ്ടുപോകത്തില്ല വീട്ടിലുള്ളവർ. ഇവൾക്കൊരാഗ്രഹം, എല്ലാവരും ഒപ്പം പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവർ കൊണ്ടുപോകത്തില്ല. ഇവളെന്ത് ചെയ്തെന്നറിയോ? ഞായറാഴ്ചയാണ് അവസാന ദിവസം, അവിടുത്തെ പരിപാടികൾ തീരുന്നത് അവസാനത്തെ ദിവസമാണ്. ഇവള് പള്ളിയിൽ പോയപ്പോൾ കൂട്ടുകാരൊത്ത് ഇങ്ങനെ സംസാരിച്ചതിൻ്റെ കൂട്ടത്ത് അവിടെയുള്ള വലിയ ചേച്ചിമാർ പറഞ്ഞു, നമുക്ക് കുരിശുമലയിൽ പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ പറഞ്ഞു, ശരി പോവാം. ഇവളും താല്പര്യം എടുത്തു. കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഇവർ പള്ളിയിൽ നിന്ന് തന്നെ, ചർച്ചിൽ നിന്ന് തന്നെ ആരാധന തീരണതിന് മുമ്പേ ആയിട്ട് 9 മണി സമയത്ത് കുരിശുമല കയറാൻ പോയി വീട്ടിൽ വരാൻ ലേറ്റായി, 4 മണിയൊക്കെ ആയി. അമ്മ പള്ളിയിൽ പോയി അവളെ കണ്ടില്ലെന്ന് പറഞ്ഞ് വഴിയിൽ പകുതി ദൂരം നോക്കി വന്നപ്പോൾ കാക്കതൂക്കി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ രഞ്ജുവിനെ കാണുകയും അവിടെ വെച്ച് രഞ്ജുവിന് അടി കൊടുത്ത് വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തു. അതൊരു ഹാപ്പി ജീവിതമായിരുന്നു അവളുടെ. അങ്ങനെ പോകുന്ന സമയത്ത് അവളുടെ വീടിന് കുറച്ചടുത്തുള്ള ഒരു പയ്യൻ ഇവളെ ഇഷ്ടമാണെന്ന് പറയുകയും ഇവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വന്ന് ചോദിക്കുക എന്ന് ഇവൾ പറയുകയും അവന് വീട്ടിൽ വരാൻ വേണ്ടി ഒരു മടിയായിരുന്നു, ചോദിക്കാൻ മടിയായിരുന്നു. ഇവൾ എന്ത് ചെയ്തെന്നറിയാവോ? ഇവള് പുല്ല് പറിക്കാനൊക്കെ പോവില്ലേ, അപ്പോഴവരെടുത്ത് ഈ കാര്യം പറഞ്ഞു, ഇന്ന ആള് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കാൻ പറഞ്ഞു എന്ന് ഇവള് ആ ആളിനോട് പറഞ്ഞു. അപ്പം ഇവളുടെ വീട്ടുമായിട്ട് ചെറിയ ശത്രുത ഉള്ള ആളാണ്. കാരണം സ്നേഹത്തിലിരുന്നിട്ട് ചതിക്കുമെന്ന് പറയില്ലേ, അതുപോലെ ചെറിയ ശത്രു ഉള്ള ഒരാളായിരുന്നു. അവര് തോട്ടിൽ കുളിക്കാൻ പോയി. അവരുടെ വീടിനടുത്ത് ഒരു ചെറിയ തോടുണ്ട്. ആ തോട്ടിൽ കുളിക്കാൻ പോയപ്പോൾ ഈ കാര്യം രഞ്ജു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുകയും അവർ കുറേ കൂടെ കഴിയുന്നിട്ട് ഇതിനെ അവളുടെ മാമൻ്റെ ഭാര്യയുടെ അടുത്ത് പറയുകയും അതവരുടെ വീട്ടിലറിയുകയും ഭയങ്കര പ്രശ്നമായി. അപ്പോൾ അവൾക്ക് 17 വയസ്സാണ്. ഭയങ്കര പ്രശ്നം നടക്കുകയായിരുന്നു. അപ്പോൾ ഇവള് അറിയത്തില്ലല്ലോ, ഈ മനസ്സിലൊന്നും വിചാരിക്കാത്ത കാര്യങ്ങൾക്കാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. അവളുടെ അപ്പൻ രാജു വന്നിട്ട് ചോദിച്ചു, രഞ്ജു ഇവിടെ വാ, നീ എന്താണ് ചെയ്യുന്നത്? നീ ഇതുപോലെ ആൾക്കാരിങ്ങനെ പറയുന്നു, നീ ചെയ്തത് ശരിയാണോ? നിനക്ക് അങ്ങനെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. ഇവള് പതറി പേടിച്ചു നിന്നിട്ട്, എനിക്കങ്ങനെയൊന്നുമില്ല പപ്പ, ആരെ പറഞ്ഞാലും അവരെ കല്യാണം കഴിക്കാം, എനിക്കങ്ങനെ ഒരു ഇതും ഇല്ല എന്ന് രഞ്ജു പറയുകയും എന്നാലും അപ്പൻ രാജു കലിതുള്ളി അവളെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് അടി കൊടുക്കുകയും ചെയ്തു. അടി കൊടുത്തിട്ട് ഇവൾക്ക് കല്യാണം ആലോചിക്കാൻ തുടങ്ങി. രഞ്ജുവിന് കല്യാണം ആലോചിച്ച് തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഇവൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം വീട്ടിൽ അറിയാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ പയ്യനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ എൻ്റെ അപ്പനോട് ചോദിക്കുക, അപ്പം കല്യാണം ആലോചിക്കുന്നുണ്ട്. അപ്പം ഈ പയ്യനെ തുറന്ന് പറയാൻ താല്പര്യമില്ല, ഇഷ്ടമില്ല. കാരണം പേടിയാണ്, ആ കുടുംബത്തിനെ കുറിച്ച് അവർക്ക് പേടിയാണ്. അതുകൊണ്ട് പറയാൻ മടി കൊണ്ട് അവർ പറഞ്ഞില്ല. അങ്ങനെയായിരുന്നു. രഞ്ജുവിൻ്റെ അപ്പം കല്യാണം ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ രഞ്ജുവിൻ്റെ അപ്പൻ്റെ കൂട്ടുകാരൻ ഒരാൾ അയാളുടെ അളിയനാരെ ആലോചിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഇവൾ പള്ളിയിൽ പോയപ്പോൾ ആ കൂട്ടുകാരികൾ പറഞ്ഞു, ആ കൂട്ടുകാരികൾക്കറിയാം അവൻ ഭയങ്കര കുടിയനാണ് എന്ന് പറഞ്ഞു.
ഇവള് വീട്ടിൽ വന്നിട്ട് ഭയങ്കര സങ്കടവും കരച്ചിലുമാണ്. എനിക്ക് കുടിയക്കാരനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് രഞ്ജു ഭയങ്കര കരച്ചിലായിരുന്നു.